ഹലോ നമസ്കാരം, സിമിഡിസിനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ATMലൊക്കെ പോയപ്പോൾ. അന്നേരം ചരൽ റോഡും മറ്റേ മിറ്റിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനകത്തോടെയുള്ള വീഡിയോ ചെയ്യാവോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. എന്ന് വെച്ച് ഞാൻ ഇതിനകത്ത് കുറച്ച് വിശദമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവോ, അല്ലെങ്കിൽ വീഡിയോ കാണാതെ നിർത്തിയിട്ട് നിങ്ങളുടെ കേൾക്കണം എന്ന് താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കുന്നതല്ല. ഇത് കുറച്ച് ലെങ്തി ആയിട്ട് നമ്മളങ്ങനെ വിശദമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണേ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനും തുടക്കക്കാരിയാണ്, എനിക്കെല്ലാം അറിയാം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ഏട്ടനോട് ചോദിക്കാറുണ്ട്. ഏട്ടൻ തുടക്കക്കാരനല്ല, അത്യാവശ്യം കാര്യങ്ങൾ അറിയാം എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അവർക്കറിയാലോ. എന്ന് പൂർണ്ണമായിട്ടും പുള്ളിക്കാരൻ നന്നായിട്ട് പഠിച്ചു അങ്ങനെയൊന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഒരുവിധം കാര്യങ്ങൾ അവർക്ക് അറിയാം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ചരൽ റോഡിലൂടെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് എല്ലാവർക്കും വണ്ടി തെന്നാറുണ്ട്. വണ്ടി കല്ലിൻ്റെ മേളിൽ കയറുമ്പോൾ തെന്നി മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കണോ, കയറുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമായിട്ട് കുറച്ച് കമൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പ്രധാനമായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഹാൻഡിൽ ബാലൻസ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഗ്രൗണ്ടുകളിലൊക്കെയാണ് ആദ്യമേ ഓടിച്ച് പഠിക്കുന്നത്. ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് നമ്മൾ ആദ്യമേ പോകുന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ടിലാണ് ഇട്ട് ഓടിച്ച് പഠിക്കുന്നത്. ഞാനും അങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നല്ല കല്ലും മണ്ണും എല്ലാം നിറഞ്ഞു, ചിലപ്പം കുഴികൾ കാണും, ചിലപ്പം ചെറിയ ഹമ്പ് പോലെ കയറി ഇറങ്ങി നിൽക്കുന്നത് വെച്ചാൽ നിരപ്പായിരിക്കണം എന്നില്ല. അവിടെ ഇവിടെയും കല്ല് പൊങ്ങി നിൽക്കുന്നുണ്ടാവും. നമ്മൾ അതിലൂടെയൊക്കെയാണ് ഓടിച്ച് പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഹാൻഡിൽ നന്നായിട്ട് ബാലൻസ് ചെയ്യാനും ആക്സിലേറ്റർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ചരൽ റോഡിലൂടെ ഓടിക്കാൻ ഒരു ടെൻഷനും വേണ്ട. പിന്നെ ടാറിങ് റോഡിലൂടെ ഓടിക്കാൻ നമുക്ക് വളരെ സുഖമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കുറേ നാൾ ഗ്രൗണ്ടിലിട്ടിട്ട് അല്ലെങ്കിൽ മുറ്റത്തിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മുറ്റത്തിട്ടിട്ട് ഓടിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ മണ്ണും കല്ലിലൂടെ ഇട്ട് ഓടിച്ചിട്ട് നമ്മൾ ഏറ്റവും നല്ല വഴിയിലേക്കാണ് ചെന്ന് കയറുന്നത്. അന്നേരം നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ട് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ടാറിങ് റോഡുകളുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചിലയിടത്ത് കുണ്ടും കുഴികളും കട്ടറൊക്കെ ഉണ്ട്. ഇങ്ങനെ അവർ ചില സ്ഥലങ്ങൾ പൊളിഞ്ഞു പോയിട്ടുള്ള സ്ഥലങ്ങളിൽ വീണ്ടും ഒന്നുകൂടെ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് പോയിട്ടുള്ളത്, അവിടെ എല്ലാം കട്ടിങ് കാണും. അപ്പോൾ അവിടെയൊക്കെ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ നല്ല സ്മൂത്തായിട്ട്, എന്നാലും നമുക്ക് ഈ കല്ല് റോഡിനേക്കാൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് ടാറിങ്ങിലൂടെ ഓടിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ ഹാൻഡിൽ ബാലൻസ് ആക്കി എടുക്കുക. ഇനി എങ്ങോട്ട് ചരിഞ്ഞാലും, ഇങ്ങോട്ടോ അങ്ങോട്ടോ എങ്ങോട്ട് ചരിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് കാല് കുത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത് ആക്സിലേറ്റർ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഭയങ്കരമായിട്ടുള്ള കല്ല് റോഡിലേക്ക് ചെന്ന് കയറാവുള്ളൂ. കുറേ ദൂരമൊക്കെ കിടക്കും മിറ്റിലൊക്കെ. ഇപ്പോൾ ചിലയിടത്ത് ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് അവർ മിറ്റിലൊക്കെ പാകിയിടും. അപ്പം അവരധികം അതിലെ വണ്ടി വിടാറില്ല. അങ്ങനെ പോകരുന്നവർ ബോർഡ് വെച്ചിട്ടുണ്ടാവും, റോഡ് പണി നടക്കുകയാണെന്നുള്ള ബോർഡൊക്കെ അവിടെ കാണും. എങ്കിലും നമുക്കിപ്പോൾ അതിലേ പോയേ പറ്റൂ, അല്ലെ അവിടെ ഇടയിലാണ് നമ്മുടെ വീട്, നമുക്ക് അതിൽ ഓടിച്ചേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ പോയേ പറ്റൂ. അപ്പം നമ്മൾ ആ മിറ്റിലൂടെയൊക്കെ ഓടിക്കുന്ന സമയത്തും കല്ലുള്ള റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ടയർ കിടന്ന് തെന്നിക്കളിക്കും. ഈ കല്ലിൻ്റെ പുറത്ത് ടയർ കയറുമ്പോഴേ, ഓരോ കല്ലിൻ്റെ പുറത്ത് കയറുമ്പോഴും നമ്മൾ ഒരുവിധം മിനിമത്തിൽ സ്പീഡ് പിടിച്ചില്ല എങ്കിൽ തെന്നി മറിഞ്ഞു വീഴും. തീരെ സ്പീഡില്ലാതെ നമുക്ക് അതിനകത്തൂടെ ഓടിക്കാൻ പറ്റില്ല. എന്നാൽ ഒരുപാട് സ്പീഡ് എടുത്ത് നമുക്ക് ഓടിക്കാൻ പറ്റുമോ? അങ്ങനെയും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്യണം. അഥവാ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട് എങ്കിൽ നമ്മളത് പതുക്കെ കൊണ്ടുവന്ന് ആക്സിലേറ്റർ ഒറ്റയടിക്ക് കുറയ്ക്കാതെ ചെറുതായിട്ട് കുറച്ച് ഫുൾ ആക്സിലേറ്റർ കുറഞ്ഞതിന് ശേഷം ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ വണ്ടി നിർത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കാലെന്ത് ചെയ്യണം, രണ്ട് കാലും നിർത്താനായിട്ട് നമ്മൾ ഒന്ന് റെഡി ആയിരിക്കണം. ഇപ്പം വണ്ടി നിൽക്കും എന്നുള്ള ആ ഒരു, ഇപ്പം നമ്മുടെ ആക്സിലേറ്റർ തീർന്നു, ഇപ്പം വണ്ടി നിൽക്കും എന്നുള്ള സിറ്റുവേഷൻ നമുക്കറിയാലോ. ആ ഒരു സമയത്ത് നമ്മൾ കാലും കൂടെ കുത്താനായിട്ട് ശ്രദ്ധിക്കണം. കാല് കുത്തുമ്പോൾ കാല് മടങ്ങി പോവാതിരിക്കാനും
പിന്നെ ഈ കല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കല്ലിൻ്റെ ഇടയിൽ കല്ലൊക്കെ കൊണ്ടുവന്ന് ഇടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കല്ലൊക്കെ കൊണ്ടുപോയി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാല് കുത്തി വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല നമ്മുടെ കാലിന് ഓരോ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്കൊട്ടും വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരിക്കും, പിന്നെ പേടി വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ അതിലൂടെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിന് നമ്മുടെ മുറ്റത്തൂടെ തന്നെ കുഞ്ഞു കുഞ്ഞു കല്ലുകളും ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലമില്ലേ അങ്ങനത്തൂടെയൊക്കെ നന്നായിട്ട് ഓടിച്ചൊന്ന് ഹാൻഡിൽ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് നമുക്ക് ഈ മിറ്റിലൂടെയൊക്കെ ഓടിക്കാൻ പറ്റും കേട്ടോ. അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തെ പേടി മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ടൈം കുണ്ട്ര വരെ പോകണമായിരുന്നു. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് റോഡ് പണി നടക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ മിറ്റിൽ പാകിയിട്ടേക്കുവാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറച്ച് ദൂരം ഓടിച്ചു. ഞാൻ വിചാരിച്ചു ദൈവമേ ആദ്യമായിട്ടാണേ അങ്ങനെ പോകുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു ഇപ്പം തീരും, ഇനി അങ്ങോട്ട് നല്ല റോഡായിരിക്കും, എവിടാ ഇവിടുന്ന് അങ്ങ് വരെ അതിങ്ങനെ മിറ്റിൽ പാകിയിട്ടേക്കുക. പക്ഷെ വേറെ നിവൃത്തിയില്ല, എനിക്ക് പോയേ പറ്റൂ. അന്ന് ഈ മിറ്റിലൊന്ന് അമക്കി പോലെ അവർ ഒന്ന് ലെവലാക്കി പോലെ അവർ വെച്ചിട്ടില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് തട്ടി നിരത്തിയിട്ടേ ഉള്ളൂ. അതിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അന്ന് എനിക്ക് ആ ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ അതിനകത്തൂടെ അന്ന് ഓടിച്ചതും ഇതിനു മുമ്പ് ഞാൻ നന്നായിട്ട് വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ എന്നെ കട്ടറുള്ള റോഡിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടാറിങ് റോഡിലൂടെ ആണെങ്കിലും നന്നായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാനന്ന് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റി. പിന്നെ എൻ്റെ പുറകിൽ ആളില്ല, ഞാൻ തന്നെ ഇത് ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. എനിക്കിത് സഹായിക്കാൻ വേറെ ആരും വരത്തില്ല. മറിഞ്ഞ് വീഴാതെയൊക്കെ എനിക്ക് തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു മനസ്സിനൊരു ധൈര്യവും കൂടെ വേണം, എങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനത്തെ റോഡിലൂടെ പോയിട്ട് കാര്യമുള്ളൂ. അല്ലെ ഞാൻ വീഴുമോ എന്നൊക്കെ ഓർത്ത് തന്നെ പോയാൽ ഉറപ്പായിട്ട് നമ്മൾ വീഴും. അങ്ങനത്തെ ചിന്ത വേണ്ട. അതിപ്പോൾ ഞാൻ പറയുന്ന കാര്യം നമ്മൾ ഈ ചരൽ റോഡിലൂടെ ഓടിക്കുന്നവർ മാത്രമല്ല, വീതി കുറഞ്ഞ വഴിയിലൂടെ പോകുന്ന സമയത്തും ആൾക്കാർക്ക് പറയാറുണ്ട് എതിരെ വണ്ടി വരുമ്പോൾ പേടിയാണെന്ന്. ഞാനും ഇപ്പം മനസ്സിൽ വിചാരിക്കും ദൈവമേ ഈ വഴി കൂടെ ഇപ്പം വണ്ടി കയറി വരല്ലേ, വലിയ വണ്ടിയൊന്നും കയറി വരല്ലേ, ചെറിയ വണ്ടി വന്നാൽ നമുക്ക് ഒതുക്കാനുള്ള സ്ഥലമുണ്ട്, അല്ലെ സൈഡിൽ കൂടെ അങ്ങ് പോകാം. പക്ഷേ ഈ വലിയ ലോറിയോ വലിയ കാറുകളോ അങ്ങനെയൊന്നും വരല്ലേ, ഞാൻ പെട്ടെന്ന് അല്ലെങ്കിൽ അഥവാ വന്നാൽ ഞാനത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്പീഡിൽ മാത്രമാണ് ഞാൻ റോഡിലൂടെ പോകാറുള്ളൂ. പെട്ടെന്നൊരു വണ്ടി കയറി വരുമ്പോൾ ചിലപ്പോൾ ഈ കുറേ വളവുകളായിരിക്കും. അപ്പം നമ്മളറിയില്ല ഈ വളവ് കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടി വരുന്നെങ്കിൽ ഈ വളവിൻ്റെ അവിടെ എത്തണ്ടേ, എന്നല്ലേ നമുക്ക് കാണുള്ളൂ. അല്ലെങ്കിൽ അവരവിടുന്ന് ഹോൺ അടിക്കണം, ഒരു വണ്ടി ഞാൻ വരുന്നുണ്ടേ എന്നറിയിക്കാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോൺ അടിക്കാറുണ്ട്. അങ്ങനെ ഹോൺ എല്ലാവരും അടിക്കണം കേട്ടോ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ സേഫ്റ്റിക്കും. ഇപ്പം നടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരും എല്ലാവർക്കും ഒരു ശ്രദ്ധ കൊടുക്കാനാണ് നമ്മൾ ഹോൺ അടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹോൺ അടിച്ചെന്ന് ഓർത്തുകൊണ്ട് അത് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. ഞാനൊരു 10,000 വട്ടം ഹോൺ അടിക്കും. അപ്പം ഏട്ടൻ പറയും ഇത്രയും ഹോണൊന്നും അടിക്കണ്ട കേട്ടോ, നിനക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് നീ മുന്നോട്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാലും മതി. പിന്നെ വളവെത്തുമ്പോൾ ഉറപ്പായിട്ട് ഹോൺ അടിക്കണം, അതിന് മുന്നേ ഹോൺ അടിച്ചൊന്ന് കൊടുക്കണം, നമ്മൾ ചെല്ലുന്നുണ്ട് എന്നറിയാൻ. ഞാൻ പക്ഷെ അല്ലാത്ത സമയത്ത് ഹോൺ അടിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഏട്ടൻ എന്നോട് അങ്ങനെ പറയാറ്. പക്ഷെ അത് നാണക്കേടായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ആദ്യം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ആദ്യം എന്നല്ല, മിക്കപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോണൊക്കെ അടിച്ച് തന്നെ വണ്ടി ഓടിക്കാൻ. അപ്പോൾ എതിരെ വരുന്ന വണ്ടികൾ നമ്മൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു വണ്ടി കയറി വരും എന്നുള്ള ചിന്തയിൽ തന്നെ വേണം നമ്മൾ പോവാൻ, അത് ഏത് റോട്ടിൽ കൂടെ പോവുകയാണേലും. പിന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോകുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലേക്ക് തന്നെ ഇപ്പം ഏത് വണ്ടി കയറി വന്നാലും നമുക്ക് അങ്ങോട്ട് പോകാൻ, ആ വണ്ടി വരുമ്പോൾ നമുക്കറിയാലോ ആ വണ്ടിക്ക് എത്രത്തോളം വീതിയുണ്ട്, വലിപ്പമുണ്ട്. നമ്മൾ പോകുന്ന ചെറിയ റോഡിലൂടെ ആണെന്നുണ്ടെങ്കിൽ ആ വണ്ടി ആ റോഡ് കവിഞ്ഞ് ഫുള്ളായിട്ട് ആ റോഡ് എടുത്താണ് വരുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ വണ്ടി അടുത്തെത്തുന്നതിന് മുമ്പ് ഇത് നമ്മൾ സൈഡ് ഒതുക്കി അവിടെ നിർത്തി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോയാൽ വേറെ എവിടെയും നിർത്താൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടായിന്ന് വരില്ല. അപ്പം നമ്മൾ കുറേ ബാക്കിലേക്ക് തന്നെ എത്തുമ്പോൾ ഇനി വേറെ അവിടെ എവിടെ ഒതുക്കാൻ സ്ഥലമില്ല എന്ന് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ ഒതുക്കി കൊടുത്ത് അവിടെ നിർത്തിയേക്കണം. വണ്ടി സൈഡിലേക്ക് ഒതുക്കി അവിടെ നിർത്തിയിട്ട് ആ വണ്ടി പോയിക്കോട്ടെ, അതിനുശേഷം നമുക്ക് പോയാൽ മതി, അങ്ങനെ പോയാൽ മതി. ഇനി അഥവാ അതിലും നിങ്ങൾക്ക് എന്നിട്ട് പേടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് സ്പീഡ് എടുത്തിട്ട് കാല് ചവിട്ടി അല്ലെ കാലിങ്ങനെ പയ്യെ കുത്തി അങ്ങനെ തന്നെ ഒന്ന് പോയി നോക്കുക. കുറേ പ്രാവശ്യം നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോയി നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ പേടി മാറിയിട്ടുണ്ടാവും. ഇത് തന്നെയാണ് മിറ്റിൽ റോഡിൽ ചര റോഡിലൂടെയൊക്കെ ചെയ്യേണ്ട കാര്യം. നമ്മൾ അങ്ങനെ തന്നെ നന്നായിട്ട് ഹാൻഡിൽ ബാലൻസ് ആക്കി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏത് റോഡിൽ ഓടിക്കണമെങ്കിലും നമ്മൾ ഹാൻഡിൽ ബാലൻസ് നിർബന്ധമാണ്.
അതുപോലെ തന്നെ ആക്സിലേറ്റർ പിടിക്കുമ്പം തന്നെ നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ ഒറ്റയടിക്ക് കുറയ്ക്കരുത് കേട്ടോ. ഒറ്റയടിക്ക് കൂട്ടുകയും ഒറ്റയടിക്ക് കുറയ്ക്കുകയും ചെയ്യരുത്. ചെറുതായിട്ട് കൂട്ടിക്കൊണ്ടുപോവാം. നമുക്ക് പെട്ടെന്ന് ഇപ്പം കുറച്ചുകൂടെ സ്പീഡ് എടുത്ത് പോകണം, ഇത് സ്പീഡ് കുറവാണ്, കുറച്ചുകൂടെ സ്പീഡ് വേണം എന്ന് തോന്നിയാൽ ഒറ്റയടിക്ക് കൈ അങ്ങ് കൊടുക്കരുത്. ചെറുതായിട്ട് കൂട്ടിക്കൊണ്ടുപോവാം. നമുക്ക് കിലോമീറ്റർ അല്ല, ഇത് ആക്സിലേറ്റർ കൂടുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം ഇത് കയറുന്നുണ്ടെന്ന് അറിയാലോ. അപ്പം അതനുസരിച്ച് നമ്മളത് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. കുറയ്ക്കുവാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം വണ്ടി നിർത്താനാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ഹാൻഡിലേന്ന് ആക്സിലേറ്റർ ഫുള്ളായിട്ട് കൈ എടുക്കുക, അങ്ങനെ എടുത്ത് മാറ്റരുത്. പയ്യെ ആക്സിലേറ്റർ കുറച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് മുമ്പോട്ട് ചെന്നാൽ നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ ഒരു വണ്ടി വന്നാൽ നിർത്തേണ്ടി വരും എന്ന് ചിന്തിച്ച് അതനുസരിച്ച് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. ഈ ചരൽ റോഡിലൂടെയും മണ്ണ് റോഡിലൂടെയൊക്കെ നമ്മൾ കാല് ചവിട്ടി ആദ്യം ഓടിച്ച് പഠിച്ചിട്ട് നമ്മൾ കുറച്ച് സ്പീഡ് എടുത്ത് മുമ്പോട്ട് പോയാൽ മതി കേട്ടോ. ഒരുപാട് സ്പീഡ് എടുത്ത് നമ്മൾ അതിലൂടെ ഓടിക്കരുത്, അത് ഞാൻ പ്രത്യേകം പറയാണ്. കാരണം അത് തെന്നി വീഴും, മറിഞ്ഞു വീഴും. അപ്പം നമുക്കൊന്നാമത് കൺട്രോളായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കുക. പക്ഷേ എന്ന് വെച്ച് തീരെ സ്പീഡ് കുറയുകയും ചെയ്യരുത്. അഥവാ നിർത്തേണ്ടി വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്പീഡ് കുറച്ചിട്ട് കാലും കൂടെ സപ്പോർട്ട് ചെയ്ത് എന്നിട്ട് വേണം ആക്സിലേറ്റർ നന്നായി കുറഞ്ഞിട്ട് നമുക്ക് നിർത്താനായിട്ട്. എന്നിട്ട് അവിടെ പതുക്കെ നിർത്തിയിട്ട് വണ്ടി ഇങ്ങനെ ചരിഞ്ഞു പോകാതെ കാലേ തന്നെ നമുക്ക് നന്നായിട്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കാല് ചവിട്ടുമ്പം കല്ലിലൊക്കെ കൊണ്ടുപോയിട്ട് കാല് ചവിട്ടുമ്പോൾ നമ്മൾ ഈ ചവിട്ടുന്ന സ്ഥലം ഓക്കെ ആണോ? നമ്മളിപ്പം വണ്ടി വീതി കുറഞ്ഞ റോഡിലൂടെയൊക്കെ പോകുമ്പോഴാണേലുവേ നമ്മൾ വണ്ടി ഇപ്പം വരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, വണ്ടി വരുമ്പോൾ നമ്മൾ ഒതുക്കി കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ചെറിയ ടാറിങ് റോഡാണെന്നിരിക്കട്ടെ, അപ്പം നമ്മൾ ഈ കട്ടിങ് ഉണ്ട് താഴെ, നമുക്ക് നിർത്താൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിപ്പം ഒന്നെങ്കിൽ കട്ടിങ്ങിന് താഴേക്ക് ഇറക്കി സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ കട്ടിങ്ങിന് താഴേക്ക് ഇറക്കി നിർത്തുക. ഈ വണ്ടിക്ക് കടന്നു പോകാൻ ഇവിടെ സൗകര്യം ഇല്ലെങ്കിൽ, അല്ല ആ വണ്ടി നമ്മൾ ടാറിങ് ഉള്ള റോഡിലൂടെ ഓടിക്കും അവിടെ നിർത്തിയാലും, ആ സ്ഥലത്ത് നിർത്തിയാലും, കട്ടിങ്ങിന് മേളിൽ തന്നെ ടാറിങ്ങിൽ തന്നെ നിർത്തിയാലും വണ്ടിക്ക് കടന്നു പോകാനുള്ള സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിങ്ങിൻ്റെ മേളിലായിട്ട് തന്നെ നിർത്തുക. പക്ഷേ ഇത് കട്ടിങ് എന്താ പറയുക, ഇത് കട്ടിങ്, ഈ കട്ടിങ്ങിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ടയർ വെക്കരുത്. ഈ കട്ടിങ് തീരുന്നില്ലേ, അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ടയർ വെക്കരുത് ഒരിക്കലും. കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കണം. കാരണം നമ്മൾ നിർത്തുന്ന സമയത്ത് ചിലപ്പം ഈ സ്റ്റാൻഡും കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നമുക്ക് കാല് വെക്കണമല്ലോ, കാല് കുത്താൻ ഒരു സ്ഥലം വേണം. അപ്പം നമ്മൾ ഇതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി കറക്റ്റായിട്ട് റോഡ് ചേർത്ത് വണ്ടി നിർത്തിയാൽ ഈ കാല് ഇവിടെ കട്ടിങ് ആണെങ്കിൽ, താഴെ കട്ടിങ് ആണെങ്കിൽ ഈ കാല് കുത്താൻ നമുക്ക് പറ്റില്ല. അപ്പോൾ വണ്ടിയും നമ്മളുമായിട്ട് പെട്ടെന്ന് മറിഞ്ഞു പോകും, പെട്ടെന്ന് നമ്മളത് ശ്രദ്ധിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൽ നിർത്തുന്ന സമയത്ത് എപ്പോഴും ഒരു കുറച്ച് സ്പേസ് ഇവിടെ ഇട്ടേക്കണം. ഈ റോഡ് തന്നെ ഒരു സ്പേസ് ഇട്ടേക്കണം, ടാറിങ് ഉള്ള സ്ഥലം. എന്നിട്ടേ നമ്മൾ നിർത്താവുള്ളൂ. അപ്പോൾ അവരെ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണെന്ന്. ഇനി അല്ല അവർ പറയാണ് നിങ്ങൾ മാറ്റി ഒന്ന് ഇവിടുന്ന് ഒന്നുകൂടെ മാറ്റി തരാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ടാറിങ്ങിൻ്റെ താഴേക്ക് പതുക്കെ ഇറക്കി നിർത്തിയിട്ട് അങ്ങനെയൊക്കെ വേണേൽ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ പോകുമെങ്കിൽ അവരങ്ങനെ അങ്ങ് എടുത്തുകൊണ്ട് പോകും. പക്ഷെ നമ്മൾ കാല് കുത്താനുള്ള സ്പേസും കൂടെ നമ്മൾ അവിടെ നിർത്തിയിട്ട് വേണം, ഇട്ടിട്ട് വേണം നമ്മൾ വണ്ടി അവിടെ സൈഡ് ഒതുക്കി നിർത്താൻ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴുവേ. പിന്നെ എന്താ എനിക്ക് പറയാനുള്ള കാര്യം, റോഡിൻ്റെ കാര്യം പറഞ്ഞു, വീതി കുറഞ്ഞ റോഡുകൾ. പിന്നെ നമ്മൾ എത്ര വളവാണേലും വീതി കുറഞ്ഞ റോഡാണേലും അടുപ്പിച്ചടുപ്പിച്ച വളവുകളുണ്ട്. നമുക്ക് കമൻസ് കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അടുപ്പിച്ചടുപ്പിച്ച വളവുകളാണ്, വീതി കുറഞ്ഞ റോഡാണ്, എന്താ ചെയ്യുക, എനിക്ക് അതിലൂടെ ഓടിക്കാൻ മാത്രം പേടിയാണ്, അല്ലാതെ വലിയ റോഡിലൂടെയൊക്കെ ഓടിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് കണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, അല്ലാതെ നന്നായി ഓടിക്കുന്നില്ലേ, അപ്പോൾ പിന്നെ ഇതിനകത്തൂടെ ഓടിച്ചാൽ എന്താ കുഴപ്പം? ഇതെന്ന് പറഞ്ഞാൽ എതിരെ വണ്ടി വരുമ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ പേടി തോന്നുന്നത്. വീതി കുറഞ്ഞ റോഡല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പോകാനുള്ള സ്പേസ് അവിടെ ഉണ്ടോ എന്ന് നോക്കണം എതിരെ ഒരു വണ്ടി വരുന്ന സമയത്ത്. അല്ലെങ്കിൽ ഹോൺ അടിച്ച് തന്നെ പോകണം. അല്ലെങ്കിൽ കുറേ പ്രാവശ്യം നമ്മൾ ആദ്യമേ കാല് കുത്തിയും നിർത്തിയും എടുത്തും അങ്ങനെ കുറച്ച് പ്രാവശ്യം നമ്മൾ ആ വഴി ഒന്ന് ഓടിച്ച് ആ വഴിയുമായിട്ട് നമ്മളൊന്ന് സെറ്റ് ആവണം. അന്നേരം നമുക്ക് ആ കുറച്ച് ഭയമൊക്കെ മാറും കേട്ടോ. പിന്നെ എതിരെ വണ്ടി വന്നാൽ നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റും, എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് വരുമ്പോഴേ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സൈഡാണ്. ഇപ്പം വണ്ടി എതിരെ വരുന്നുണ്ടെന്ന് ഓർത്തുകൊണ്ട് ആ വണ്ടിയെ ശ്രദ്ധിക്കരുത്.
എന്ന് വെച്ച് വണ്ടി നോക്കണ്ടെന്നല്ല പറഞ്ഞേ, ആ വണ്ടിയിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ വണ്ടിയായിട്ട് മുന്നോട്ട് പോകരുത്. നമുക്ക് പോകാനുള്ള സ്പേസ് അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പോവേണ്ട വഴി അതിലൂടെ തന്നെ പോകണം. വലത്തേക്ക് കയറി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ പഠിക്കുമ്പം ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് വലതുവശത്തേക്ക് കയറി നമ്മൾ ഓടിക്കുന്ന അല്ലെങ്കിൽ നടുക്കൂടെ നമ്മൾ ഓടിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇടത്ത് സൈഡ് കീപ്പ് ചെയ്ത് ഇതാണ് എൻ്റെ സൈഡ്, ഇതിനപ്പുറത്തേക്ക് പോവരുത്. ഇനിയിപ്പോൾ വരയില്ലാത്ത റോഡാണെങ്കിലും നമ്മൾ തന്നെ ഒരു വര ഇട്ടേക്കുക, ഇതിനിപ്പുറത്തേക്ക് പോവരുത് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സുകൊണ്ട് നമുക്കൊരു സ്പേസ് നമ്മൾ അതിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിലൂടെ അങ്ങനെ തന്നെ ഓടിച്ച് ഞാൻ ഇതിലൂടെ തന്നെ പോയി നോക്കട്ടെ എന്ന് ഓർത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതാണ് നല്ലത്. അന്നേരം നമുക്ക് പിന്നീട് നന്നായിട്ട് ഓടിക്കാൻ പറ്റൂ. പിന്നെ ഈ ചരൽ റോഡിലൂടെ ആണെങ്കിലും നമ്മൾ ചെറിയ വീതി കുറഞ്ഞ റോഡിലൂടെ ആണെങ്കിലൊക്കെ ഓടിച്ച് എങ്ങനെ പഠിച്ചാലും നമുക്ക് പിന്നെ ഏത് റൂട്ടിലും ചെന്ന് കയറാം അല്ലേ? ധൈര്യമായിട്ട് ഇനിയിപ്പോൾ എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ചെന്ന് കയറാൻ പറ്റും, നന്നായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ. പറ്റില്ലാത്ത കാര്യം നമ്മളൊരു 10 അല്ല 20 പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും കളിയാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അവരവിടെ നിന്ന് കളിയാക്കിക്കോട്ടെ. ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെയിപ്പം കളിയാക്കുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് പോകും. അത് അവർക്ക് സന്തോഷമായിരിക്കും. അവർക്ക് പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ അവന് പറ്റിയില്ലല്ലോ എന്നായിരിക്കും അവർ വിചാരിക്കുക. അത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. നമ്മൾ അവരെ അങ്ങനെ സന്തോഷിപ്പിക്കാൻ വിടരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, അതിൽ കൂടുതൽ ഇത് നമ്മുടെ അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു കാര്യത്തിന് പോകണം, ആശുപത്രിയിലേക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിലും വണ്ടി എടുത്ത് പോകേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് പോയാലേ പറ്റൂ. അതിപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമ്മൾ പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിച്ചേ പറ്റൂ. അപ്പം ഈ സമയത്തൊക്കെ കളിയാക്കുന്നവരൊക്കെ നീ പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് പോകാമായിരുന്നല്ലോ എന്നേ അവർ പറയൂ. അതുകൊണ്ട് ആ ഒരു ചോദ്യം അങ്ങനെ ഒരു സിറ്റുവേഷനോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് കൊടുക്കരുത്. ഞാൻ കുറേ കേട്ടതാണ്, ഒത്തിരി പ്രാവശ്യം ഞാൻ കേട്ടതാണ്. ഇപ്പോഴത്തെ ഈ വണ്ടി ഓടിച്ച് ഞാൻ തന്നെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന സമയം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം പേടിയായിരുന്നു, ഇപ്പം ഞാൻ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ വണ്ടി ഓടിക്കാം. ഇന്നിനി എങ്ങോട്ടാണ് പോകണ്ടേ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെ പോവാനുണ്ടോ വരാനുണ്ടോ, പോവാം, അല്ലെ ഇവിടം വരെ ഒന്ന് വരാവോ എന്ന് നമ്മളോട് ആരോടും ചോദിച്ചാൽ ഞാൻ ഇതാ വരുന്നു ഇപ്പം വരാം എന്ന് എനിക്ക് ധൈര്യത്തിൽ പറയാം, അല്ലെ എനിക്ക് ഇവരെ കൊണ്ടുപോകാം. അതിനൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായത്. നമ്മളിത് ഇത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട് നമ്മൾ വെറുതെ അനങ്ങാതെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കിയാൽ നമ്മൾ അവിടെ മാറി എന്നാൽ എന്നെ കൂടെ പറ്റൂല എന്ന് പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നതോ കൊണ്ടല്ല. നമ്മൾ പറ്റും, എന്നെയും കൊണ്ടും പറ്റും എന്നോർത്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നൊന്നും വെച്ചാൽ നല്ലത് പറയുന്നത് കേൾക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ കളിയാക്കുകയും എന്നെയും കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ. മറ്റുള്ളവർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. നല്ല കാര്യങ്ങളല്ല കേട്ടോ, നല്ല കാര്യങ്ങൾ എല്ലാവരും എടുക്കണം. ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ട് നമ്മളെ ഇതാക്കുന്നവരെ മൈൻഡ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിത് ചെയ്ത് കാണിക്കുന്ന വീഡിയോ ആയിട്ടല്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ കമൻസിലൂടെ പറഞ്ഞാൽ എത്രത്തോളം അത് പറഞ്ഞു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. പിന്നെ കുറച്ച് ടിപ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മൾ കാണിച്ചാൽ മാത്രം പോരല്ലോ, ഈ പറയുന്ന എങ്ങനെ ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായെന്നൊക്കെ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഞാൻ അറിയാവുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്നത് പറഞ്ഞത് ശരിയല്ല, അത് അങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഇനി ഞാൻ പറഞ്ഞു വന്നപ്പം എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കമൻസ് ഇടുമ്പോൾ അത് ഞാൻ പറഞ്ഞ തെറ്റ് മറ്റുള്ളവർക്ക് അത് കാണാനും പറ്റും. അത് അവർക്കും കൂടെ ഉപകാരപ്പെടുകയും ചെയ്യും. എനിക്കും അത് ശരിയാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള എവിടെയാണ് തെറ്റിയത് അതിങ്ങനെയല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വീണ്ടും ഞാൻ വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് കാണാം.